ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാർ നാം. ഒറ്റ തറവാട്ടുകാരാണ് നമ്മൾ ഭൂമിയിൽ. ഇതാണ് ഗുരു സിമ്പിളായി പറഞ്ഞത്. ഒരു ജാതി പിടികിട്ടിയ, ഒരു മതം, മനസ്സിലായോ? ഒരു ദൈവം എന്ന് പറഞ്ഞത് പിടികിട്ടിയതിന്റെ അർത്ഥം. എത്ര വലിയ കണക്കിനെയാണ് ഗുരുദേവൻ സിമ്പിളായിട്ട് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. പക്ഷേ ഓരോ ആളും പറഞ്ഞു എന്നാ പിന്നെ എന്റെ ജാതി ആയിക്കോട്ടെ, അത് എന്റെ മതാട്ടെ. ഇപ്പൊ കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു പാർട്ടി മതി എന്ന് തീരുമാനിച്ചു എല്ലാവരും. അപ്പൊ എന്താ ചിന്താവുക? നടക്കുവോ? കോൺഗ്രസ്സുകാർ പറയും അത് നമ്മളെ പാർട്ടി, ബാക്കി എല്ലാവരും ഇതിൽ ചേർന്നോ. കമ്മ്യൂണിസ്റ്റുകാർ പറയും എല്ലാവരും നമ്മളെ ചേർന്നോ. BJP-ക്കാർ പറയും നമ്മളെ ചേർന്നോ. കേരള കോൺഗ്രസ് പറയും നമ്മളെ ചേർന്നോ. നടക്കുവോ? ഇല്ല. അപ്പൊ ഒരു ജാതി ഒരു മതം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്റെ മതം എന്നല്ലേ എല്ലാവരും വിചാരിക്കുക. അപ്പോ അത് നടക്കൂല എന്ന് ബോധ്യമായപ്പോ ശ്രീനാരായണ ഗുരു ഒന്നും കൂടി പറഞ്ഞു. എന്താ? നീ ഏതോ മതമായിക്കോട്ടെ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. അത് പ്രാക്ടിക്കലാ, അത് പ്രായോഗികമാണ്. മനുഷ്യൻ മതത്തിന്റെ ലക്ഷ്യം എന്താ? മറ്റൊരു മതത്തെ വെറുക്കലും തോൽപ്പിക്കലുമാണോ? വെറുക്കാൻ മതം വേണോ? ദൈവം വേണോ? മതത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന വെറുപ്പ് പോലെ ലോകത്തെ വിഡ്ഢിത്തം വേറെയില്ല. കാരണം മതങ്ങൾ ഉണ്ടാക്കിയത് അടിക്കാനല്ല, അടുക്കാനാണ്. മതങ്ങൾ ഉണ്ടാക്കിയത് അടിക്കാനല്ല, അടുക്കാനാണ്. എല്ലാ മതത്തിന്റെയും സാരം ഒന്നാണ്, അല്ലേ? പല മതസാരമേകമാണെന്ന് ഗുരു അതാണ് പറഞ്ഞത്. പല മതസാരമേകമാണ്.